എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ രാജീവ്. കേട്ടിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കും സഹൃദയർക്കും എൻ്റെ നല്ല നമസ്കാരം. മലയാള ഭാഷയെ എത്ര വാഴ്ത്തിപ്പാടിയാലും മതിവരാത്തത്ര മധുരമാണ് നമ്മുടെ ഉള്ളിൽ തുളുമ്പുന്നത്. അമ്മ നാവിൽ തൊട്ടു തന്നോരമൃദു മലയാളം, അമ്മയോളമൊരുണ്മയായോരറിവു മലയാളം. നമുക്കറിയാം സുഹൃത്തുക്കളെ, ചരിത്രം സർവ അലങ്കാരങ്ങളോടും കൂടി രേഖപ്പെടുത്തപ്പെട്ടതും വായിക്കപ്പെട്ടതും സാഹിത്യകൃതികളിലാണ്. അത് ആദ്യകാലം മുതൽക്കേ അങ്ങനെ തന്നെയായിരുന്നു. ഓരോ സമൂഹത്തെ വാർത്തെടുക്കാനും മാറ്റിമറിക്കാനുമൊക്കെയുള്ള ഉപാധിയായി എക്കാലത്തും ഉപയോഗിക്കപ്പെട്ട ഒന്നാണ് സാഹിത്യം. മലയാള മണ്ണിന് പ്രത്യേകിച്ചും കാലത്തിൻ്റെയും മാറ്റത്തിൻ്റെയും സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞതാണ് ഇവിടുത്തെ സാഹിത്യം. പാട്ടും കലകളും എഴുത്തും എല്ലാം അതാതു കാലത്തിൻ്റെ സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പുകളായിരുന്നു. നിർബാധം തുടർന്നു വരുന്ന ഈ എഴുത്തുകൾ തലമുറകൾ നെഞ്ചേറ്റി കൈമാറി വന്നവയ്ക്കും കാലങ്ങളെ അതിജീവിച്ച് കടന്നു വന്നവയ്ക്കുമപ്പുറം അതതു കാലങ്ങളിൽ ഒളിച്ചു നിൽക്കുന്നവയും ഉണ്ട്. ഓരോ കവിയും തൻ്റെ ഉള്ളെഴുത്തുകളെ പരനായി ആവിഷ്കരിക്കുമ്പോഴാണ് സാഹിത്യം ചെനികൊള്ളുന്നത്. അവയിൽ ചിലത് ഒരു സമൂഹത്തിൻ്റെ തന്നെ, ചിലപ്പോൾ ഒരു തലമുറയുടെ തന്നെയോ കാലാതിവർത്തിയോ ആയോ ജനിക്കുന്നു. അത്തരത്തിൽ ഒന്നിന് ജന്മം കൊടുക്കുന്നവനാണ് യഥാർത്ഥ കവി, പ്രതിഭാധനനായ എഴുത്തുകാരൻ. സാഹിത്യത്തെ ആയുധമാക്കിയ അനേകം എഴുത്തുകാർ ജീവിച്ച ഭാഷയാണ് മലയാളം. വിപ്ലവങ്ങളും സമരങ്ങളും ഉൾക്കൊള്ളുന്ന ആശയ ലക്ഷ്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വീര്യം പകർന്ന് ചിന്തയിൽ ലയിച്ചു ചേർക്കാൻ ഒരു പ്രസംഗത്തെക്കാൾ ഒരു കലാസൃഷ്ടിക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിൻ്റെ സൗഭാഗ്യം. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഇടശ്ശേരിയും മുളപ്പമണ്ണയും ONV-യും വയലാറും അയ്യപ്പനും തുടങ്ങിയ കവികളൊക്കെ ചേർന്ന് മലയാള മണ്ണിൻ്റെ സംസ്കാരം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. നാം കേട്ടിട്ടുണ്ട്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് കവി പാടുമ്പോൾ കവിയുടെയും സഹൃദയരുടെയും പ്രബുദ്ധതയ്ക്കപ്പുറം ചില ഇരുളാണ്ട യാഥാർത്ഥ്യം കൂടി നിഴലിച്ച് നിൽക്കുന്നുണ്ട് ആ വരികളിൽ. നോവു തിന്നുന്ന മനുഷ്യജന്മങ്ങളുണ്ടെന്ന തിരിച്ചറിവിനെ, താഴെത്തട്ടിലുള്ള സാധാരണക്കാരനെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അവരെ മാനിക്കാതെ തുടർന്നു പോരുന്ന മറ്റൊരു മേലാള സംസ്കാരത്തെ ഒക്കെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പൊതുമനസാക്ഷിയെ സാധർമ്മ്യത്തിലൂടെ സമാനതയിലൂടെ പ്രബുദ്ധരാക്കാൻ പോന്ന എത്രയെത്ര വരികളാണ് മുൻപിൻ തലമുറകൾ പാടിപ്പാടി നടന്നത്. എഴുത്തച്ഛൻ്റെ കിളിപാടിയ ഭക്തിസാന്ദ്രത ഇന്നും മലയാളമുറ്റത്ത് വിളക്ക് കൊളുത്തുന്നുണ്ട്. സാർവലൗകികമായി അംഗീകാര യോഗ്യമല്ലാത്തവ പരിഹസിച്ചും പുച്ഛിച്ചും പിന്തള്ളപ്പെടണമെന്ന ചിന്തയിൽ ജ്വലിച്ച കുഞ്ചൻ നമ്പ്യാരുടെ ധൈര്യധീഷണയും മലയാളത്തിന് സ്വന്തമാണ്. പുത്രസ്നേഹവും ഗുരുപൂജയും ജ്വലിച്ചുയർത്തിയ കാവ്യ പാരമ്പര്യവും നമുക്കന്യമല്ല. എത്രയെത്ര സാംസ്കാരിക ബിംബങ്ങളെയാണ് ഈ കവികൾ സൃഷ്ടിച്ചെടുത്തത്. പിന്നെയോ സാംസ്കാരിക അപജയത്തിനു കാരണമായ എത്രയെത്ര ദുഷ്കർമ്മമൂർത്തികളെയാണ് വയലാറും ONV-യും ഒക്കെ ചേർന്ന് തച്ചു തകർത്തത്. എഴുത്തിൻ്റെ അനന്തവിസ്മയം കൂറുന്ന സ്വാതന്ത്ര്യത്തെ ജീവിതത്തിലും മനസ്സിലും ആവാഹിച്ച് പൂത്തുലഞ്ഞ അയ്യപ്പനും മാധവിക്കുട്ടിയും അയ്യപ്പപ്പണിക്കരും കുഞ്ഞുണ്ണിയുമൊക്കെ മലയാളത്തിൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠയിലാണ്. അത്രമേൽ വേരുറച്ചൊരു വാങ്മയ ചിത്രമാണ് മലയാളം. ഒരു മലയാള പാട്ട് പാടാത്ത, കവിത മൂളാത്ത മലയാളിയുണ്ടോ? ഉറക്കെ ചൊല്ലിയില്ലെങ്കിലും ഉള്ളിൽ സമ്പുഷ്ടമായ 2 വരികളെങ്കിലും ചൊല്ലി നടക്കാത്തവരായി ആരാണുള്ളത്? ഓർത്തുപോകുന്നു, സംഗീത സാഹിത്യ കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന എന്ന പഴമൊഴി. സംഗീത സാഹിത്യാദി കലകളില്ലാത്തൊരു മനുഷ്യൻ വാലും കൊമ്പുമില്ലാത്ത മൃഗത്തിനു തുല്യനായവൻ തന്നെ എന്നുറപ്പിക്കുമ്പോഴറിയാം സാഹിത്യാദി കലകൾക്ക് മനുഷ്യൻ്റെയും അവൻ്റെ സാമൂഹിക ജീവിതത്തിലുമുള്ള സ്ഥാനം.
മാനവികതയ്ക്കുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ സാഹിത്യാദികൾക്കുള്ള സ്ഥാനം ചെറുതല്ല. അതിന് തെളിവാണല്ലോ അപാര ജ്ഞാനവാഹകരായ കവികൾ. സാധാരണക്കാരൻ കടന്നെത്താത്ത തലങ്ങളിലൂടെ ഒരു വിഷയത്തെ നോക്കിക്കാണാനുള്ള എഴുത്തുകാരൻ്റെ പ്രതിഭാവിശേഷം തീർച്ചയായും വായനക്കാരനെയും അവൻ ജീവിക്കുന്ന സമൂഹത്തെയും സ്വാധീനിക്കാതിരിക്കുന്നില്ല. എഴുത്ത് കവിഭാവനയിൽ നിന്ന് അനന്തതയിലൂടെ കാലാതിവർത്തിയായി പരഭാവനകളിലേക്ക് ചേക്കുകയറുന്നൊരു വിസ്മയമുണ്ട്. പല ഭാവങ്ങളിൽ അവ പുനർജനിക്കപ്പെടുന്ന ചില കാഴ്ചകളുണ്ട്. അതാണ് മലയാള സാഹിത്യം. ഒരിക്കൽ തെളിഞ്ഞ വാങ്മയ ചിത്രം പിന്നീട് ഒരിക്കലും മായാതെ നിൽക്കുന്ന വിസ്മയം സാഹിത്യത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അതിൻ്റെ മാധ്യമം വാമൊഴിയോ വരമൊഴിയോ താളിയോലയോ പേപ്പറോ ഈ മീഡിയകളോ ആവട്ടെ, തടഞ്ഞു നിർത്താനാവാത്ത വിധം അത് പ്രവഹിക്കുക തന്നെ ചെയ്യും. കാലത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല സരണികളിലൂടെ സാഹിത്യം ഒഴുകും. നേരിൽ കണ്ട് സംവദിച്ചിരുന്ന നമ്മെ കൊറോണയെന്ന അണു അകറ്റി നിർത്തിയപ്പോൾ നാം കണ്ടെത്തിയ നൂതന സാങ്കേതിക സംവിധാനവും നമ്മുടെ സാഹിത്യത്തിന് വളക്കൂറുള്ളൊരു മണ്ണ് തന്നെയായി മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ കൂട്ടായ്മകൾ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായിരുന്നില്ല. പരസ്പരം പങ്കുവയ്ക്കപ്പെട്ട് വളരുന്ന ചിന്തകൾ, ആശയങ്ങൾ ഒരു തൂലികയിൽ നിന്ന് പടർന്ന് മറ്റൊന്നായി മറ്റൊരു തൂലികയിലൂടെയും ജനിക്കുന്ന ഈ സാഹിത്യ വൈഭവവും മലയാള മണ്ണിൻ്റെ കുളിരായി മാറിയിരിക്കുന്നു. ഇനിയും നവമാധ്യമങ്ങളിലൂടെയെങ്കിലും പുതു സംരംഭങ്ങളിലൂടെ നമ്മുടെ ഭാഷാ സാഹിത്യം ലോകോത്തരമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അമ്മ നാവിൽ തൊട്ടു തന്നോരമൃദു മലയാളം, അമ്മയോളമൊരുണ്മയായോരറിവു മലയാളം എന്ന മാധുര്യം മനസ്സിൽ നിറച്ച് അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.